ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയോടുള്ള പകയും പ്രതികാരവും മൂത്ത് തലയ്ക്ക് ഭ്രാന്തായി ശ്രുതി അങ്ങനെ നിൽക്കുക. എടാ സച്ചി, നീ എന്നോട് ചെയ്തതിനൊക്കെ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലെന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്നു. ഇതേ സമയത്ത് വർഷയാണെന്നുണ്ടെങ്കിൽ ഇരിക്കുമ്പോൾ ശ്രീകാന്ത് മെഡിസിൻ എടുക്കുക കഴിക്കാൻ കൊടുക്കാനായിട്ട്. അപ്പം മെഡിസിൻ എടുക്കാതിരുന്നത് ഒഴിവാകുമോ, സെർച്ച് ചെയ്ത് നോക്കാമെന്നും പറഞ്ഞ് ഫോൺ എടുക്കുമ്പോഴത്തേക്കും ശ്രീകാന്ത് വഴക്കിട്ട് മരുന്ന് കഴിക്കാനായിട്ട് ചെന്നു. ഈ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ അവിടെ വെച്ചിട്ട് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. ശ്രീകാന്ത് വഴക്കുണ്ടാക്കുക വർഷയുടെ. അപ്പോൾ എനിക്ക് വേണ്ട എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോൾ ഇത് കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞൊക്കെ മറന്നോന്ന് ചോദിച്ചു. മെഡിസിനും ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കഴിക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞെന്ന് ചോദിച്ചപ്പം ഡോക്ടർ അങ്ങനെ പലതും പറയുമെന്ന് പറഞ്ഞു. വർഷ നീ കളിക്കൽ മര്യാദയ്ക്ക് ഇത് കഴിക്കാൻ പറഞ്ഞു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ഞാൻ കഴിക്കില്ല എന്നും പറഞ്ഞു വർഷം ഒച്ച വയ്ക്കുന്നു. അപ്പോഴത്തേക്ക് എന്താ എവിടെയെന്ന് ചോദിച്ചു രേവതി വന്നു. ഇത് കണ്ടായിരുന്നു ഇവള് മെഡിസിൻ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു ശ്രീകാന്ത്. ആഹാ, എന്താ വർഷേ, എന്താ നിന്റെ പ്രശ്നം, എന്താ നീ ഗുളിക കഴിക്കാത്ത? അപ്പോൾ എനിക്ക് വേണ്ട ചേച്ചി നീങ്ങ് തന്നേന്ന് പറഞ്ഞുകൊണ്ട് രേവതി നിർബന്ധിച്ച് അത് വർഷയെ കൊണ്ട് കഴിപ്പിക്കുന്നു. അങ്ങനെ രേവതി കൊടുത്തപ്പോൾ നമ്മുടെ വർഷ അത് കഴിച്ചു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന് രേവതി ചോദിച്ചു. ഞാൻ കൊടുത്താൽ കഴിക്കുന്നില്ല ഏട്ടത്തി എന്ന് ശ്രീകാന്ത് പറയുമ്പം അവൾക്കുള്ള മെഡിസിനും മരുന്നും അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ ഞാനല്ലേ എപ്പോഴും കൊടുക്കാറ്, അപ്പം ഞാൻ കൊടുത്താൽ അവൾ കഴിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഏട്ടത്തിക്ക് തിരക്കായിരിക്കും, സമയമൊന്നും ഉണ്ടാവില്ല, ശ്രുതി ഏട്ടത്തി വരുമല്ലേ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം നീ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു രേവതി. എന്ത് എടാ ശ്രുതി പ്രഗ്നൻ്റ് ഒന്നും അല്ല. പ്രഗ്നൻ്റ് അല്ലെന്നോ? ഇവിടെ കയറി പറ്റാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് രേവതി പറയുന്നു ഇവരോട്. ഓഹോ, അമ്മയ്ക്ക് സച്ചിയേട്ടനും അവൾ പ്രഗ്നൻ്റ് ആണോ എന്ന് നല്ല സംശയം ഉണ്ടായിരുന്നു. അവളെ ടെസ്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടേ അവർ തന്ത്രപൂർവ്വം അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ടെസ്റ്റ് ചെയ്തപ്പോൾ കള്ളം പൊളിയെന്ന് മനസ്സിലാവുമല്ലോ. അവളെന്ത് ചെയ്തു, അവിടുന്ന് മുങ്ങാൻ നോക്കി. ഇവരവളെ വിടുവോ? അവൾക്ക് സത്യം പറയേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രുതി എടുത്തി എന്ത് ഇങ്ങനെ ആയിപ്പോയത്, ഇവിടേക്ക് തിരിച്ചു വരാനുള്ള വഴി അവരായിട്ട് തന്നെ വീണ്ടും അടച്ചു എന്ന് വർഷ പറയുമ്പോൾ ശരിയാ, ഈ ജന്മം അമ്മ ശ്രുതിയെ ഇനി ഇവിടെ തിരിച്ചു കയറ്റുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് രേവതി പറയുന്നു. അത് കേട്ടപ്പം ശരിയാണെന്ന് ഇവരും. അങ്ങനെ ഇവർ അതിനെപ്പറ്റി സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ രേവതി അവിടുന്ന് പോയി ഇവരോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വർഷ ശ്രീകാന്തിനെ തുറച്ചു നോക്കും. അപ്പം നീ എന്തിനാ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? അതെ, ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് 2 കുഞ്ഞുങ്ങൾ വേണമെന്നാണ് ആഗ്രഹം. ഇതൊന്ന് കഴിയട്ടെ, എന്നിട്ട് വേണം എനിക്ക് നെക്സ്റ്റ്. നീ നോക്കിയോ, ഞാൻ ശരിയാക്കി തരാടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് എടാ നിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് വർഷ ഇങ്ങനെ ശ്രീകാന്തിനെ കുറേ തല്ലി. ശ്രീകാന്ത് അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കാൻ നമ്മുടെ സുധി വാർക്കപ്പുറത്തിരുന്ന് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക രാത്രി. എന്നിട്ട് പിച്ചുബയൊക്കെ പറയാം. അപ്പോൾ ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വന്നു, ഈ കാഴ്ച കണ്ടു. പിന്നെ സച്ചി കയറി വന്നു. അപ്പോൾ സച്ചിയെ ശ്രീകാന്ത് ഇത് കാണിച്ചും കൊടുക്കുവാണ്. അപ്പോൾ ഫ്ലാറ്റായി എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക അവർ രണ്ടുപേരും കൂടി. അപ്പോൾ സുധി ഇങ്ങനെ കുടിച്ച് അവിടെ ഇങ്ങനെ കിടന്നു പോയി. അന്നേരം സുധേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഇനിയിപ്പോൾ സുധി 5 കുപ്പി കുടിച്ചാലും സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് പറയും. ഈ കാര്യത്തിൽ കുറച്ച് പുരോഗതിയുണ്ട്, ബാക്കിയുള്ളതിലെല്ലാം നീ തോൽവിയാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു. അപ്പോഴത്തേക്ക് സുധി കരച്ചിൽ തുടങ്ങി, ഭയങ്കര കരച്ചിൽ. എന്നെ ഏറ്റവും കൂടുതൽ തോപ്പിച്ചത് എൻ്റെ ഭാര്യയാണെന്ന് സുധി പറയാ കേട്ടോ. അവള് വീണ്ടും കള്ളം പറഞ്ഞ് എന്നെ പറ്റിച്ചു എന്നും പറഞ്ഞു പിന്നെയും കുടിക്കുന്നു, കരയുന്നു, വീണ്ടും ഇത് പറയുന്നു. ഇതൊക്കെ കണ്ട് ശ്രീകാന്ത് സച്ചി ഞങ്ങൾ ഇവിടുന്ന് പോകും, നിന്റെ കരച്ചിലും പിഴിച്ചിലും കേൾക്കാൻ ഞങ്ങൾക്ക് വയ്യാന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ വെറുതെ ഇവിടെ ആരും കേൾക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് 2 പേർക്കും ഞാനിപ്പോൾ വേറൊരു തമാശയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നീ അങ്ങനെ പറയരുത്. ഇപ്പം മാത്രമല്ല, നീ എന്നും ഞങ്ങൾക്കൊരു തമാശയായിരുന്നു എന്ന് സച്ചിയുടെ ചുമ്മാതിരിക്കുക, അല്ലെങ്കിൽ ഇതിനകത്ത് തകർന്നിരിക്കാമെന്ന് ശ്രീകാന്ത് അന്നേരം സച്ചിയോട് പറയുന്നു. എടാ പിന്നെ അവൻ പറഞ്ഞത് കേട്ടില്ലേ, അവൻ ഒറ്റയ്ക്കാണെന്ന്. എടാ ഞങ്ങളെല്ലാം പിന്നെ എന്താ മരിച്ചു പോയോ നീ ഒറ്റയ്ക്കായി പോകാൻ? പിന്നെ നിങ്ങളൊക്കെ എന്താ എൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാത്തതെന്നിങ്ങനെ ചോദിക്കുകയും ചെയ്തു. എൻ്റെ കരച്ചിലും പിഴിച്ചിലും കേൾക്കാൻ വയ്യെന്നല്ലേ നീ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പം എടാ നിൻ്റെ കത്തി കേൾക്കാൻ വയ്യാഞ്ഞിട്ടാടാന്ന് സച്ചി അന്നേരം സുധിയോട് പറയാട്ടോ. സച്ചേട്ടാ ഇതേ നമ്മൾ കുടിച്ചില്ലെങ്കിൽ ഇത് മൊത്തം ഒറ്റയ്ക്ക് കുടിക്കുക, അതുകൊണ്ട് നമുക്കും കൂടെ സഹായിക്കാമെന്നും പറഞ്ഞു അവർ 3 പേരും കൂടി ഇരുന്ന് ഭയങ്കര വെള്ളമടി. ഈ സമയത്ത് സുധി കരച്ചിൽ കുടിക്കൽ. അവൾ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചു, അവൾ എന്നെ ചതിച്ചു. നിങ്ങൾക്കറിയാമോ, രാത്രി ഞാൻ എൻ്റെ കുഞ്ഞിനെ വരെ സ്വപ്നം കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കരയുന്നത്. അവനെ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി പറയുന്നത് കേട്ടപ്പോൾ ഇവർക്കൊരു സങ്കടം. എന്തൊരു സന്തോഷത്തോടെയാണ് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി പോയത്, എന്നിട്ട് അവൾ എന്നെ പിന്നെയും പറ്റിച്ചില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കരച്ചില്ലേ. അതെ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് അവൾ എടാ അറിയാടാ, എല്ലാം ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരച്ചിലും ബഹളുമായിട്ട് ഇരിക്കുമ്പം അവളിനി ഈ വീട്ടിൽ കയറി കൂടാൻ വേണ്ടി നുണകൾ ഓരോന്ന് പറയും. മണ്ടൻ അതിപ്പോൾ വീഴുകയും ചെയ്യുന്നു പറഞ്ഞു സച്ചി. അവൾ എൻ്റെ അടുത്ത് കുറേ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയുള്ള കള്ളം അവൾ എന്നോട് പറയുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ സുധി നേരത്തേക്ക് ഇവരോട് പറയാം കേട്ടോ. അങ്ങനെ സുധി ഓരോന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ കരയുന്നു. എൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാണ് അത്രേ അവൾ അങ്ങനെ പറഞ്ഞത്, പക്ഷേ എന്നെ കൊണ്ട് അത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എടാ അവൾ അതൊക്കെ ചുമ്മാ പറയുന്നതാ,
ഇതൊക്കെ പാർലറെടുത്തിയുടെ വേറെ നമ്പറല്ലേ, നീ അത് മനസ്സിലാക്കാൻ സച്ചി ഇങ്ങനെ പറയണം. എന്തായാലും ഇതോടെ അവളോടുള്ള അമ്മയുടെ ദേഷ്യം കൂടി. ഇനി ജന്മത്ത് അവളെ അമ്മ ഈ വീട്ടിൽ കയറ്റുമെന്നും തോന്നുന്നില്ല എന്ന് സച്ചി ഇങ്ങനെ സുധിയോട് പറയണം. അല്ല എൻ്റെ സുധേട്ടൻ എന്താ തീരുമാനം, ഇങ്ങനെ എത്ര നാൾ മുന്നോട്ട് പോകാനാന്ന് ചോദിച്ചപ്പോൾ, എടാ അവൾ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്തത് എനിക്ക് പൊറുക്കാൻ പറ്റുന്നില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു. ദേഷ്യത്തെക്കാളും എനിക്കിപ്പോൾ വേദനയാടാ, ആ വേദന അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ലടാ എന്നൊക്കെ പറഞ്ഞ് സുധി ഭയങ്കര കരച്ചിലാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെ വരെ സ്വപ്നം കണ്ടു എന്ന്, അതിന് കാരണം അവൾ ഒറ്റ ഒരുത്തിയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ആയിരുന്നു കരഞ്ഞോട് പറയുന്നത്. അപ്പോൾ ഒരൊറ്റ നിമിഷം കൊണ്ട് എൻ്റെ സ്വപ്നങ്ങളെല്ലാം അവൾ തകർത്ത് കളഞ്ഞടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയും നേരം നീ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ, ശ്രുതിയാണ് എൻ്റെ എല്ലാം, ശ്രുതിയാണ് എൻ്റെ ഐശ്വര്യം, ശ്രുതി എൻ്റെ ജീവനാ, ശ്രുതിയെ മറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് മോങ്ങാനുവൻ തുടങ്ങും. ഇവനിതെല്ലാം ഒരേ നാവിൽ പറയുന്ന സ്വഭാവമാണെന്ന് സച്ചി. അന്നേരം നമ്മുടെ രേവതി പിന്നിൽ വന്നിരുന്ന് ഇങ്ങനെ കാണുവാണ്. അപ്പോൾ രേവതി ഇത് കണ്ടപ്പോഴത്തേക്കും ശ്രീകാന്ത് രേവതിയെ കണ്ടു. സച്ചേട്ടാ ദേ രേവതി എടത്തി. അപ്പോൾ സച്ചി തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ രേവതി, ആ നിനക്കെന്താ ചുമയാണോ? അല്ല വേണമെങ്കിൽ ഞാൻ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പം വേണ്ടി വരും എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. ഇപ്പം കൂടെ ഉണ്ടല്ലോ. അത് പിന്നെ ഈ സുധിയേട്ടനൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഡാ നിന്റെ ഭാര്യ പ്രഗ്നൻ്റ് അല്ലേടാ? ആ വകയുള്ള പാർട്ടി നീ നടത്തിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണോടാ അതിൻ്റെ പാർട്ടി എന്ന് സച്ചി. എന്നാൽ പിന്നെ ഡേറ്റ് തീരുമാനിച്ചിട്ട് എന്നോടും കൂടി ഒന്ന് പറയണേ എന്ന് രേവതി. ആഹാ നീയും അടിക്കാൻ പോവാണോ? അല്ല ഡേറ്റ് ചോദിച്ചിട്ട് അച്ഛനോട് പറയാൻ വേണ്ടിയിട്ടാണെന്ന് രേവതി അന്നേരം സച്ചിയോട് പറഞ്ഞു. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ പേടിച്ചരണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഈ പരിപാടി ഇവിടെ നടക്കുമല്ലോ കേട്ടോ, പറഞ്ഞേക്കാം. എൻ്റെ രേവതി ഇവനാകെ വിഷമത്തിലാണ്. ആ വിഷമം മാറ്റാൻ ഞങ്ങളൊന്ന് കമ്പനിക്ക് ഇരുന്നതാണെന്ന് സച്ചി. അതിന് ഇതകത്താക്കിയ വിഷമം മൊത്തം മാറുമെന്ന് ചോദിച്ചു. എടാ എഴുന്നേറ്റടേ ഇങ്ങോട്ട്, എഴുന്നേക്കാൻ പറഞ്ഞുകൊണ്ട് രേവതി ശ്രീകാന്തിന് പറഞ്ഞ് ഉള്ളൊക്കെ വെച്ച് കൊടുത്തു. ഹലോ എക്സ്ക്യൂസ് മീ, ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പറയാൻ താങ്കൾ ആരാണെന്ന് ശ്രുതി ചോദിച്ചപ്പം ഞാൻ ആരാണെന്നേ ഞാൻ പറയുന്നില്ല, അച്ഛൻ പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ അച്ഛനെ ഇപ്പോൾ വിളിക്കാം, അച്ഛൻ എന്തെങ്കിലും വന്നേന്ന് പറഞ്ഞ് രേവതി ഒച്ചത്തിൽ വിളിക്കുക. അപ്പോൾ രേവതി അച്ഛനെ വിളിച്ചപ്പോഴത്തേക്ക് ഇവരെല്ലാവരും കൂടി രേവതിയുടെ മുന്നിൽ കൈ കൂപ്പി തോഴുതും ഇങ്ങനെ കിടക്കുക. പറയല്ലേ എന്നും പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് രാവിലെ നമ്മുടെ ആൻ്റണി ആട്ടോ. ആൻ്റണി അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആരോ വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക പൈസയുടെ കാര്യത്തിൽ. അപ്പോഴാണ് നമ്മുടെ രേവതി അതുവഴി പോകുന്നത്. അപ്പോൾ രേവതി പൂ വിൽക്കാനൊക്കെ ആയിട്ട് അതിൽ പോകുമ്പോൾ ഇവന്മാർ രേവതിയെ കണ്ടു. അവനും അവൾക്കും എന്തെങ്കിലുമുള്ള തിരിച്ചടി ഞാൻ കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ബോസ് പേടിച്ച് ഒതുങ്ങിയതായിരിക്കും അവളുടെ മനസ്സിലുള്ളതെന്ന് ഈ കൂടെയുള്ളവന്മാർ പറയാം. അപ്പോൾ ഒന്ന് മുട്ടി നോക്ക് എന്താണെന്ന് അറിയാം. അവളുടെ കെട്ടിയവനെ പേടിച്ച് ഒളിച്ചിരിക്കുമല്ലെന്ന് അവളെ അറിയിക്ക് ബോസേ എന്ന് ഇവന്മാർ ആൻ്റണിയോട് പറയുന്നു. ഈ സമയത്ത് ആൻ്റണി ഇവന്മാരുടെ വാക്കും കേട്ട് രേവതിയുടെ അടുത്തേക്ക് ചെന്നു. രേവതിയുടെ വണ്ടിയിലൊക്കെ പിടിച്ച് ഇവൻ ഭയങ്കര ഷോകാണിയിലൊക്കെ. ഇപ്പോൾ രേവതി ഇറങ്ങി വന്നപ്പോൾ ഇവനെ കാണുക കേട്ടോ. ഇവനെ കണ്ടപ്പോഴത്തേക്കും രേവതി ഒന്ന് പേടിച്ചു ശരിക്കും. ഇപ്പോൾ രേവതിക്ക് മനസ്സിലായി ഇവൻ എന്തോ രണ്ടും കൽപ്പിച്ച് വന്ന് നിൽക്കുകയാണെന്ന്. എന്നിട്ട് രേവതി എൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു വലിച്ച ചിരിയൊക്കെ ചിരിച്ച് ആൻ്റണി ഇങ്ങനെ രേവതിയുടെ അടുത്ത് നിൽക്കുക കേട്ടോ. രേവതി ഭയങ്കര ധൈര്യമൊക്കെ സമരിച്ചെന്നു. ഇന്നത്തെ കച്ചവടമൊക്കെ കഴിഞ്ഞോ രേവതി? രേവതിക്ക് ഭയങ്കര ദേഷ്യം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെയല്ലേ? രേവതി ഇങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട്. ശരത്ത് കോളേജിലൊക്കെ മര്യാദയ്ക്ക് പോകുന്നുണ്ടോ? പിന്നെ നിന്റെ സച്ചിയൊക്കെ എന്തു പറയുന്നു? വണ്ടിയിൽ നിന്ന് കൈയെടുക്കാൻ പറഞ്ഞു രേവതി. എനിക്ക് പോണം. എന്താ എത്ര ധൃതി? നമുക്കേ 1-2 മിനിറ്റ് സംസാരിച്ചിട്ട് അങ്ങ് പോകാമെന്ന് പറയുമ്പം നീ സംസാരിക്കുന്നത് കേൾക്കാനേ എനിക്ക് എന്തായാലും താല്പര്യമില്ല. മര്യാദയ്ക്ക് മാറി നിൽക്കാൻ പറയുമ്പം നിനക്ക് കേൾക്കാൻ താല്പര്യമില്ലായിരിക്കും, പക്ഷെ എനിക്കുണ്ടല്ലോ എന്ന് ആൻ്റണി പറയാം. നിന്റെ കെട്ടിയവന് എനിക്ക് കുറേ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ അവൻ്റെ ജോലിയിലൊക്കെ കയറി അങ്ങ് ഇടപെട്ടു. ഒരുപാട് നഷ്ടം അവൻ എനിക്ക് ഉണ്ടാക്കി തന്നു. ആ നഷ്ടമൊക്കെ എങ്ങനെ നികത്തും? ആ ഒരു ആലോചനയിലാണ് ഞാനിപ്പം നടക്കുന്നത്. മറ്റോമാരവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. കൂടുതൽ നഷ്ടം സംഭവിക്കണ്ടെങ്കിലേ മുന്നിൽ നിന്ന് മാറിക്കോ, എൻ്റെ വണ്ടിയിൽ നിന്ന് കൈയെടുക്കാൻ രേവതി ആൻ്റണിയോട് പറയുമ്പോൾ ആൻ്റണി ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഇങ്ങനെ ആൻ്റണി നിൽക്കുന്നു കേട്ടോ. എന്താ ഭീഷണിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ രേവതി. അപ്പോഴും ഭർത്താവ് എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ളൊരു ബലത്തിലായിരിക്കും നിൻ്റെ ഈ ധൈര്യം. അപ്പം ഞാൻ ധൈര്യമായിട്ട് നിൽക്കുന്നതേ മറ്റാരുടെയും ബലത്തിലല്ല, എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിലാണ്. പേടിച്ച് തല കുനിച്ച് നിൽക്കുന്ന ഒരു പെണ്ണല്ല ഞാൻ. അത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇല്ലേ?
നീ കരുതിക്കൂട്ടി പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലേ നീ, കൈ എടുക്കടാന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഇങ്ങനെ അവൻ്റെ കൈ എടുത്ത് മാറ്റി. അപ്പോൾ രേവതിയുടെ വണ്ടിയുടെ താക്കോൽ ഊരിയെടുക്കാൻ ഇവൻ നോക്കുന്നു. താക്കോൽ ഇവിടെ വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അവൻ്റെ ചെവിക്കല്ല് തീർത്ത് ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. ചുമ്മാ നന്നവനായിട്ട് പണി മേടിച്ച് കൊടുത്തിട്ട് മറ്റോമാരോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. രേവതിയുടെ അടി മേടിച്ചിട്ട് ഇവൻ നാണം കെട്ടി ഇങ്ങനെ നിൽക്കുക കേട്ടോ. രേവതിക്ക് അത്രയ്ക്ക് കലി വന്നു. എടീ നീ എന്നെ തല്ലിയല്ലേ? അപ്പം അതേടാ തോന്നിവാസം കാണിച്ചാലേ ഇനിയും തല്ലുവെന്ന് രേവതി ആന്റണിയോട്. അയ്യോ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റോമാർ ഓടി ചെല്ലും. അപ്പോഴത്തേക്കും ഓസോളെ വിടരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആന്റണി ആണെങ്കിൽ രേവതിയുടെ വണ്ടിയിൽ ചവിട്ടി. നീ എൻ്റെ വണ്ടിയെ തൊട്ട് കളിക്കുന്നോളാന്ന് ചോദിച്ചുകൊണ്ട് പിന്നെ കുറേ കൊടുത്തു ആന്റണിയുടെ ചെവിക്കല്ല് തീർത്തിട്ട് നമ്മുടെ രേവതി. അപ്പോഴേക്കും നാട്ടുകാരെല്ലാവരും ഇത് കണ്ടു. എല്ലാവരും എന്നിട്ട് നോക്കുക, നീ എന്നെ പിന്നെ തല്ലിയല്ലോടി, നിന്നെ ഞാനൊന്നും പറഞ്ഞു വീണ്ടും ആന്റണി ഇങ്ങനെ അലീനി രേവതി തല്ലാനായിട്ട് ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി അവൻ്റെ കൈക്ക് കയറി പിടിച്ചു. എന്നിട്ട് അവനെ അവിടെ ഇട്ട് ശരിക്കും കൊടുത്തു. വേണ്ടാന്ന് വെച്ചപ്പോൾ നീ എന്താടാ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഇഷ്ടിക എടുത്തു. ഇഷ്ടിക എറിയാൻ രേവതി പണ്ടേ മിടിക്കുകയാണെന്ന് ഇവന്മാർക്ക് അറിയാം. അതുകൊണ്ട് ഇവന്മാർ ജീവനും കൊണ്ട് കുറച്ചങ്ങ് മാറി നിൽക്കുക. പോടാ അല്ലെങ്കിൽ താലമണ്ട അടിച്ച് പൊളിക്കാൻ ഞാൻ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ഭയങ്കരമായിട്ട് എന്നാ പറഞ്ഞേ ദേഷ്യത്തിലങ്ങ് ചെന്നു. പോവാനാ പറഞ്ഞത്, ദേ എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് രേവതി ആന്റണിയോട് പറയുന്നു. ദേ നിനക്ക് പോകുന്നതാ നല്ലത്, പറഞ്ഞതുപോലെ തന്നെ ചെയ്യൂ രേവതി, നിനക്ക് അറിയാമല്ലോ. ബാബോസ് നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവന്മാർ ജീവനും കൊണ്ട് ഓടി. ആന്റണി കിട്ടിയ തല്ലും കൊണ്ട് കവളും പൊത്തി പിടിച്ച് അതിലങ്ങ് പോയി. അപ്പോൾ നാട്ടുകാർ കുറച്ച് പേര് അങ്ങോട്ടേക്ക് വന്നു. ചേച്ചി ആരാ ഗുരു എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവാ, പേര് സച്ചി എന്ന് രേവതി ഇങ്ങനെ വന്നവരോട് ചോദിച്ചവരോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് വർഷയാട്ടോ. വർഷ ഇങ്ങനെ ആലോചിക്കുക എങ്ങനെ ഈ കുഞ്ഞിനെ കളയാമെന്നുള്ള ചിന്ത. അപ്പോൾ സച്ചി അതുവഴി വന്നു. സച്ചി ഇങ്ങനെ നമ്മുടെ വർഷയുടെ ഈ ആലോചനയും നിപ്പും മൊട്ടും മാതിരിയൊക്കെ ഇങ്ങനെ ഒളിച്ചു നിന്ന് ശ്രദ്ധിക്കുകയാണേ. ഇവൾ എന്നെ ഒപ്പിക്കാനായിരിക്കും. ഇവളാണെങ്കിൽ കരച്ചിലും പറച്ചിലും നടപ്പും ഒക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഓടി ഇറങ്ങി ചെന്ന് രേവതി നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് രേവതിയെ വണ്ടി നിർത്തിച്ചു. അപ്പോൾ എന്താ സച്ചേട്ടാ മിണ്ടരുത്, നീ വർഷം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. അവളെന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. എന്തോ കുലുമാല, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. ഈ സമയത്ത് ഇവൾ സന്തോഷത്തോടെ ഇരിക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ പറയാന്നല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു രേവതി. അവൾ വിഷമിച്ചിരിക്കുമ്പോഴേ നമ്മൾ അവളുടെ ചിന്തകളെ വഴി തിരിച്ചു വിടുകയാണ് വേണ്ടത്. അതെ, ആ വിദ്യ എനിക്കറിയാം. 2 കോമഡി പറഞ്ഞാൽ മതി, അവളുടെ മനസ്സ് റിലാക്സ്ഡ് ആയിക്കോളും. അവളുടെ വിഷമമൊക്കെ മറന്ന് കുടുകൂടാന്ന് അവൾ ചിരിക്കുമെന്ന് സച്ചി. എന്നാൽ പിന്നെ ഞാനൊരു കോമഡി വീഡിയോ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അതൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തമാശക്കാരനായ അവളുടെ സച്ചേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ അവള് കോമഡി വീഡിയോ ഒക്കെ കാണുന്നത്? നിങ്ങളോ തമാശക്കാരനോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. എൻ്റെ തമാശ കേട്ടെ വർഷ കുടുകുടുകുടാന്ന് ചിരിക്കും. അപ്പം നീ അറിഞ്ഞാൽ മതി കേട്ടോ. അതെ ഞാനേ പതുക്കെ ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് ചെല്ലും. അപ്പം നീ ഒന്നും അറിയാത്തതുപോലെ വന്നിട്ട് ചോദിക്കണം, എന്തിനാ സച്ചേട്ടാ ഇങ്ങനെ ചിരിക്കുന്നതെന്ന്. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ചെല്ല്, ഞാൻ നോക്കട്ടെ, ചെല്ലെന്ന് പറഞ്ഞു ചിരിക്കാം. അപ്പം സച്ചി ചിരിച്ചുകൊണ്ട് ചെന്നപ്പോഴത്തേക്ക് എന്താ സച്ചേട്ടാ ഇതെന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ, എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി എന്ന് പറയാ വർഷ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അല്ല എന്താ സച്ചേട്ടാ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? അന്നേരം എൻ്റെ പൊന്ന് രേവതി ഒന്നും പറയണ്ട, ഞാനൊരു തമാശ ഓർത്ത് ചിരിച്ചതാ, അതൊന്നും മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങളോടും കൂടെ പറ, ഞങ്ങളും കൂടെ ചിരിക്കട്ടെ. അല്ല വർഷേ. ഇപ്പം വർഷം ഇങ്ങനെ രേവതിയെ നോക്കുന്നു, വലിയ താല്പര്യമൊന്നും ഇല്ല. ഞാൻ പറയാം, എനിക്ക് ഒരു സുഹൃത്തുണ്ടേ നാട്ടിലാ. അവൻ പറ്റിക്കാത്ത ആൾക്കാർ ആ നാട്ടിൽ വേറെ ആരും ഇല്ല. മനുഷ്യരെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളെയും അവൻ പറ്റിക്കും. അവൻ ഉറുമ്പുകളെ വരെ പറ്റിച്ചിട്ടുണ്ട്, അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഉറുമ്പുകളെയോ? ഒരു ദിവസം അവൻ ഒരു ശർക്കര എടുത്ത് മേശയുടെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു. ശർക്കര വെച്ച് അറിഞ്ഞ് ഉറുമ്പുകളുണ്ടല്ലോ, അത് കഴിക്കാനായിട്ട് ദൂരേന്ന് വരിവരിയായിട്ട് ഇങ്ങനെ വരും. തറയിലൂടെ വന്ന് മേശയുടെ കാലിലൂടെ മെല്ലെ മേശയുടെ മുകളിൽ കയറി. അവര് വരിവരിയായിട്ട് ശർക്കരയുടെ അടുത്തെത്തുമ്പോഴേ അവൻ ആ ശർക്കര എടുത്ത് മാറ്റിക്കളയും. ഉറുമ്പുകൾ പാവം പറ്റിക്കപ്പെട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഭയങ്കര ചിരി. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഉണ്ടാക്കി ചിരിക്കാം. വർഷ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം അവൻ്റെ ഒരു കാര്യം. പക്ഷെ വർഷ ചിരിക്കുന്നില്ല. അല്ല വർഷ എന്താ ചിരിക്കാത്തേ? അപ്പം ചിരി വരാത്തത് കൊണ്ട്. അതെന്താ നിനക്ക് ചിരി വരാത്തേ? ഞാൻ നല്ല കോമഡിയല്ലേ പറഞ്ഞത്, ഞാൻ ചിരിച്ചല്ലോ, നിനക്ക് ചിരിച്ചാൽ എന്താണെന്നൊക്കെ വർഷയോട് ചോദിക്കാം സച്ചി. സച്ചേട്ടാ അല്ല ഇപ്പൊക്കൊന്ന് ചിരിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? അപ്പോൾ അവൾ മോശം പിടിച്ചങ്ങ് നിൽക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ വർഷയുടെ മുന്നിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ സച്ചി സംസാരിക്കുമ്പോൾ സച്ചേട്ടൻ എന്തൊക്കെയാണ് കാണിക്കണേന്ന് ചോദിച്ചു രേവതി. സോറി വർഷേ, ഞാൻ വേറൊരു തമാശ പറയാം. അത് കേട്ട നീ തല കുത്തി നിന്നങ്ങ് ചിരിക്കുമെന്ന് പറഞ്ഞു രേവതി. ചേച്ചി സച്ചേട്ടൻ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കണം കേട്ടോ എന്ന് വർഷ. ഇപ്പം എങ്ങനെയായി എന്ന് നമ്മുടെ രേവതി സച്ചിയോട് ചോദിച്ചു. ഇതും പറഞ്ഞിട്ട് വർഷം അങ്ങ് പോയി. അങ്ങനെ
എൻ്റെ കോമഡിക്ക് കുറച്ചുകൂടി നിലവാരം വേണം. അയ്യോ ഇല്ല സച്ചേട്ടാ, ഇത് ഭയങ്കര നിലവാരമുള്ള കോമഡിയാണ്. ഞാൻ എന്താ പറഞ്ഞ കോമഡിക്ക് കുഴപ്പം? എന്തൊക്കെയോ പറഞ്ഞു. ഒടുക്കം സഖിക്കെട്ട്. പിന്നെ നമ്മുടെ സച്ചിയോട് രേവതി കാര്യങ്ങളെല്ലാം പറയാം. അതായത് ആൻ്റണിയുടെ കാര്യങ്ങൾ, വഴിയിൽ വെച്ച് ആൻ്റണിയെ കണ്ടതും ആൻ്റണി പിന്നെ രേവതിയെ ഉപദ്രവിച്ചതും പിന്നെ അവൻ്റെ കരണക്കുറ്റി നോക്കി അടിച്ച് അവനെ പാർപ്പിച്ചതും ഇതെല്ലാം രേവതി പറയുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി അന്തം വിട്ട് രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റയും പറഞ്ഞ് നിർത്തുന്നു. സീ യു.